സാർ നമ്മൾ വിചാരിച്ച പോലെ നല്ലല്ലേ കാര്യങ്ങള്. ഇതിപ്പം എന്തൊക്കെയാ ഇവിടെ നടക്കണത്? എന്താണെന്നറിയില്ല. ഇപ്പോൾ നമ്മളിപ്പം വിചാരിച്ച പോലെ ഒന്നല്ല നടക്കുന്നത്. കാരണം ആരൊക്കെയോ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മളിൽ നിന്ന് മറച്ചു വെക്കാനൊന്നും അവന് കഴിയില്ല. നമുക്ക് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോകാം. സാറേ നമുക്കിപ്പോൾ പോവാം. വണ്ടി ഇവിടെ വെച്ചോ, ഞാനൊന്ന് യൂണിഫോം ഇട്ടിട്ട് വരാം. ഇപ്പോൾ ഏതായാലും ഈ വേഷത്തിൽ അന്വേഷണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ മറ്റേ ഓൻ്റെ വീട്ടിലൊന്ന് പോയോക്കണം. ഓൻ്റെ പേരൊന്നും ചോദിച്ചില്ലല്ലോ. ഇവിടെ ആളുണ്ട് തോന്നുന്നു. എൻ്റെ വാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഓൻ പറ്റിച്ചോ? ഓൻ ഓടിയോ? സാറേ പോയെന്നാ തോന്നുന്നു. പക്ഷെ നമ്മളിവിടെ ഉള്ള കാര്യം ഓരെങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ട് വരുന്ന കാര്യം ഈ വീട്ടിലേതായാലും ആരും ഇല്ല അമ്മക്ക്. പക്ഷെ ഇവൻ്റെ വാൻ ഇവിടെ ഉണ്ടല്ലോ. അവൻ്റെ വാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ വാൻ ഓൻ ഒറ്റയ്ക്ക് ഏതായാലും ഈ വാൻ ഇവിടെ കൊണ്ടുപോയിടാൻ കഴിയില്ല. ഒന്നെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. സാറ് ചിലപ്പോൾ ഓൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടാവും ഇതിന്. അത് ശരിയാണ്. കാരണം ഇത്രയും വലിയൊരു സംഭവം. കാരണം നമുക്ക് ആ കാറ് മുങ്ങിയെന്ന് പറഞ്ഞ് ഒരു കോള് വന്ന് അവൻ്റെ അയൽവാസിയാണ് ഇവൻ. അപ്പോൾ ഇവൻ ആ മുങ്ങിയ കാറിൻ്റെ ഓണറായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വലിയ കളി ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ശരിയാണ് സാർ, ഇതൊരു സിമ്പിൾ കേസല്ല. ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉണ്ട് ഈ കേസ്. ശരിയാണ്. ഏതായാലും നമുക്ക് സ്റ്റേഷനിൽ പോവാം. ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പം നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും ഈ കേസ് സിമ്പിൾ അങ്ങനെ വെറുതെ വിടരുത്. ഈ കേസിനെ പറ്റി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കുറച്ച് കേസാണ്. സാറ് നേരെ പോവല്ലേ? നേരെ പോയിക്കോ. ഇതിപ്പം നമുക്ക് ഈ കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടുക ഇനി ആരാണ് അവന് ഹെൽപ്പ് ചെയ്തത്. കാരണം നമ്മളങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവിടുന്ന് രക്ഷപ്പെടാൻ അവൻ ആരാണ് സമ്മതിച്ചത്? നമ്മൾ കാർ വാഷിൽ ചെന്ന അയാൾ ഇവനായിട്ട് എന്തേ ബന്ധം ഉണ്ടാവുമോ? അല്ലാതെ വേറെ ആരും അറിയില്ലല്ലോ. നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും എന്ന്. അതായത് നമ്മളവിടെ ചെന്ന് അന്വേഷിച്ചത് ആ കാർ വാഷിലുള്ള ആൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. സാറ് ചിലപ്പോൾ അവൻ്റെ ആൾക്കാരുണ്ടാവുക കാർ വാഷില്. അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവുന്ന ഒരു സ്ഥലമാണ്. കാർ വാഷ് മാത്രമല്ലല്ലോ, അവിടെ റിപ്പയറും ടയർ മാറ്റും ഒക്കെ ഉണ്ടല്ലോ. ഈ ബെൻസ് നമ്മളെ കൂടെ സിറ്റി 1 മുതലുണ്ടല്ലോ. സാർ ഇത് വലിയ കാര്യമൊന്നുമില്ല. കാരണം സിറ്റി 1 മുതൽ സിറ്റി 2 വരെ പോണ ഏക വഴിയല്ലത്. അപ്പം ഇതിലൂടെ കുറെ വണ്ടിയൊക്കെ പോകും. അപ്പം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നിങ്ങളേതായാലും ഇവിടെ നിന്നോ, ഞാൻ വണ്ടി എടുത്തൊന്ന് പോയി നോക്കി വരാം. സാർ എങ്ങോട്ടാ സാർ പോണത്? ഏതായാലും ഇപ്പോൾ ഇത്രയും ക്രൈമും ഒരു മിസ്സിങ് കേസൊക്കെ ഉള്ളൊരു സിറ്റി അല്ലേ നമ്മളത്, ഈ പോലീസ് സ്റ്റേഷൻ. അപ്പം എന്തെങ്കിലുമൊക്കെ കുറേ വണ്ടികൾ, അതായത് കൂടുതലും വണ്ടികളാണല്ലോ. ആ വാനും ആ മിസ്സായ കാറൊക്കെ നമുക്ക് കുറേ ഇതാക്കണം. അപ്പം ഞാൻ ഒന്ന് പെട്രോളിങ്ങിന് പോയി വരാം. ജസ്റ്റ് ഇവിടെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുകയാണെങ്കിൽ. സാർ അത് ശരിയാണ്. നമ്മൾ നല്ല ചെക്ക് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടാൻ വെക്കൂല.
എടാ നമുക്ക് മറ്റേ കേസ് അതിലൊരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു എവിഡൻസ് അല്ല, നമ്മൾ ആ വാന് ആ CCTVയിൽ കണ്ട ഒരു രണ്ടാളും മൗണ്ടൻ ഭാഗത്തേക്ക് പോയപ്പോൾ നമുക്ക് ആ ഭാഗത്ത്, അതായത് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ പമ്പിലൊരു ജീവനക്കാരൻ എന്നോട് പറഞ്ഞു അവരവിടെ പെട്രോൾ അടിക്കാൻ നിന്നപ്പോൾ ഈ വാന് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അതായത് ഈ വാന് സിറ്റി 1 ഭാഗത്തേക്കും ആ കാറ് മാത്രമാണ് മൗണ്ടൻ ഭാഗത്തേക്ക് പോയതെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. സാറേ അതൊരു കുഴപ്പമാണല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കാർ എങ്ങനെ അവിടെ മുങ്ങിയത്? ഇതൊരു ആക്സിഡന്റ് മാത്രമാണോ? ആക്സിഡന്റ് ആണെങ്കിൽ ആ കാറിലൊരു ആളുണ്ടാവണ്ടേ? ഞാൻ ഏതായാലും ഒന്ന് ഡെസേർട്ട് വരെ പോവാണ്. ഏതായാലും നമുക്ക് അവിടെയുള്ള CCTV കൂടി നോക്കാമല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഏതായാലും ഇനിയിപ്പോൾ ടയറ് മാറിയിട്ട് പോവാം. ടയറൊക്കെ തേഞ്ഞ് ഇല്ലാതെയാണ് കുറേ പോവാനുള്ളത്. ആ നീല വാൻ, ഇത് മറ്റേ ഓൻ്റെ വാനല്ലേ? ഓൻ്റെ പേരൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഈ വാനല്ലേ അത്? ചെയ്യേണ്ടത് വണ്ടി മുന്നിൽ 2 ടയറൊന്ന് മാറിയാൽ മതി, വേറെ ചെയ്യണ്ട. സാറപ്പല്ലേ ആ ടയറ് അപ്പുറത്തെ ഷെഡിലാണ്. ഈ അപ്പുറത്തെ ഷെഡ് പയ്യ റിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ പറയും. സാർ ഇവിടെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം, വേഗം കഴിയൂല, അധികം സമയം ഓർക്കില്ലല്ലോ. എന്നാലും ഈ വാൻ ഓൻ്റെ തന്നെയല്ലേ? ഓൻ്റെ വാൻ എങ്ങനെ ഇവിടെ? ഈ വാന് ഇതെങ്ങനെ? ഇത് രാവിലെ പോയപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നല്ലോ. ഓനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവനല്ലത്, വേഗം പോവായിരുന്നു. കാണാൻ തന്നെ, കണ്ടാൽ പ്രശ്നമാവും. അവനിപ്പോൾ തന്നെ പിടിക്കണതോ നല്ലത്, അല്ലെങ്കിൽ അവനെ പിന്നെ കിട്ടൂല. വേഗം പോവാം. എന്നാലും എന്താണ് ഇവിടെ ചെയ്യണ്ടാവുക? പോലീസിനെ പൊട്ടന്മാരെ ഒരു ഓർക്കൊണ്ടൊന്നും ഈ കേസം തെളിയിക്കാൻ പറ്റൂല. നമുക്ക് വേഗം ആ ബോഡി ഇവിടുന്ന് പോക്കിയല്ലേ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. ആരാണ് അവൻ്റെ ബോസ്? ഇപ്പോൾ അവനെ പിടിച്ചാൽ അവൻ്റെ ബോസിനെ കിട്ടൂല. ഇപ്പോൾ അവനെ പിടിച്ചാൽ ഓൻ കള്ളം പറയുള്ളൂ. അവൻ്റെ ബോസ് ഓൻ സമ്മതിച്ചില്ല. അപ്പം ഇപ്പോൾ അവനെ പിടിക്കുന്നത് അത്ര സേഫ് അല്ല. അവൻ്റെ ബാക്കിൽ വേറെയും കുറേ ഗ്യാങ് ഉണ്ട്. ഒരു പ്ലാൻ ഉണ്ടാക്കി പിടിക്കുന്നതാവും നല്ലത്. അവനെ ഫോളോ ചെയ്യാനാണെങ്കിൽ എൻ്റെ കാറും ഇവിടെ ഇല്ല. എന്താ ഇപ്പോൾ ചെയ്യുക? വണ്ടി കയറി. എൻ്റെ വണ്ടി എവിടെ? അവനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ബുദ്ധിയല്ല. കാരണം അവനിപ്പോൾ പോകുന്നത് മിക്കവാറും അവൻ്റെ ബോസിൻ്റെ അടുത്തേക്കാവും, അല്ലെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലേക്കാവും പോവുക. ഇപ്പോൾ അവനെ ഫോളോ ചെയ്താൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ തൽക്കാലം എൻ്റെ വണ്ടി എടുത്ത് പോയിട്ട് നാളെ അവൻ്റെ ബോസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കുന്നതാവും കുറച്ചുകൂടി നല്ലത്. എടാ ടയറൊക്കെ നന്നാക്കിയില്ലേ? ക്യാഷ് ഞാൻ തരണ്ട് കേട്ടോ. ഇപ്പം കയ്യിൽ പൈസ ഇല്ല, ഇവിടെ ഗൂഗിൾ പേ ഇല്ലല്ലോ, ഞാൻ പിന്നെ തരണ്ട്. അപ്പം ഇപ്പം ഏതായാലും ഞാൻ പോവാണേ. സാറ് വർക്കൊക്കെ കഴിഞ്ഞു, ഇനി സാർ പേയ്മെൻ്റ് ഒക്കെ പിന്നെ വന്നു. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാണ്.
അവൻ്റെ ബോസ്. അവനെ പറ്റി ഇനിയും കുറേ അന്വേഷിക്കണം, എന്നാലേ ഇത് നടക്കുള്ളൂ. അവൻ്റെ ബോസിനെ പറ്റി കിട്ടിയാൽ അവനെ പറ്റിയുള്ള പകുതി ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അപ്പം ഇനിയിപ്പോൾ ഈ രാത്രിയിൽ എനിക്ക് ഇതിനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ നാളെ രാവിലെ നോക്കാം.